ഹലോ മൈ ഡിയർ ക്ലാസ് 7 ഫാമിലി മക്കളെ, CBSE SST വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അണ്ടർസ്റ്റാൻഡിങ് ദ വെദർ എന്ന് പറഞ്ഞ ചാപ്റ്റർ. അപ്പൊ ജോഗ്രഫിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. അപ്പൊ ഈ ഒരു ജോഗ്രഫിന്റെ അണ്ടർസ്റ്റാൻഡിങ് ദ വെദർ, കാലാവസ്ഥയെ പറ്റി മനസ്സിലാക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ കാര്യത്തിനാണ് നിങ്ങൾ എംഫസൈസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിനെ പറ്റി പറഞ്ഞുതരാൻ വേണ്ടിയാണ് ഹരി സാർ ഇങ്ങനെ ചെറിയൊരു കുഞ്ഞൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. ഫ്യൂച്ചർ പവർഡ് ബൈ ഗോകുലം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പുതിയ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ, അണ്ടർസ്റ്റാൻഡിങ് ദ വെദർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ വെദറിനെ പറ്റി ഓൾറെഡി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. എന്താണ് വെദർ, അല്ലെങ്കിൽ എന്താണ് ആ വെദറിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, കുറെ സാധനങ്ങൾ വേറെ ഉണ്ട്, നമ്മൾ മെഷർ ചെയ്യുന്ന കുറെ ഘടകങ്ങളുണ്ട്, അതിനെ പറ്റിയൊക്കെ നമ്മൾ കാണാം. ആദ്യം തന്നെ വാട്ട് ഈസ് വെദർ എന്ന് പറഞ്ഞാണ് ഈ ചാപ്റ്ററിന്റെ തുടക്ക ഭാഗങ്ങളിൽ നമ്മൾ കാണുക. അവിടെ നിങ്ങൾ മീനിങ് ഓഫ് വെദർ അഥവാ വെദർ എന്താണ്, കാലാവസ്ഥ എന്താണ് എന്നുള്ളതിന്റെ പെർട്ടിക്കുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എന്താ പറയുക ക്രിസ്പ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ നമ്മുടെ ചാപ്റ്ററിൽ കാണുന്നുണ്ടാവും. അതിനുശേഷം കാലാവസ്ഥയും അറ്റ്മോസ്ഫിയറും, ഈ പറഞ്ഞ വെദർ ആൻഡ് അറ്റ്മോസ്ഫിയർ എന്താണ് വ്യത്യാസം, കാലാവസ്ഥ എന്താണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ അന്തരീക്ഷം എന്താണെന്നുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതിനുശേഷം ട്രോപ്പോസ്ഫിയർ, ദ ലെയർ വെയർ വെദർ ഒക്വേഴ്സ് എന്ന് പറഞ്ഞു വെക്കേണ്ടത്. അതായത് ഈ പറഞ്ഞ കാലാവസ്ഥ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. അപ്പൊ ട്രോപ്പോസ്ഫിയറിനെ പറ്റി ഓരോ സ്ഫിയർ ഉണ്ട്, എസ്റ്റനോസ്ഫിയർ, അങ്ങനെ കുറെ സ്ഫിയേഴ്സ് ഉണ്ട്. ട്രോപ്പോസ്ഫിയറിലാണ് നമുക്ക് ഈ പറഞ്ഞ അന്തരീക്ഷം, ഈ പറഞ്ഞ വെദർ അഥവാ കാലാവസ്ഥ നമുക്ക് കാണാൻ പറ്റുക. ഡിഫറൻസസ് ബിറ്റ്വീൻ വെദർ ആൻഡ് ക്ലൈമറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്, അതായത് ഈ പറഞ്ഞ വെദർ എന്താണ്, ക്ലൈമറ്റ് എന്താണ്. അപ്പൊ നിങ്ങളെ കണ്ണിൽ ചിലപ്പോൾ കുറെ പേരുടെ കണ്ണിൽ ഈ പറഞ്ഞ വെദർ എന്ന് പറഞ്ഞ സാധനം അതുപോലെ തന്നെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞ സാധനം ഒന്നാണ്, പക്ഷെ അല്ല, രണ്ടാണ്. അതെന്താണെന്നുള്ള കാര്യം നമ്മൾ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് പഠിക്കുന്നതായിരിക്കും. രണ്ടിനും വ്യക്തമായിട്ടുള്ള ഡെഫിനിഷൻസ് ഉണ്ട്, രണ്ടാണെന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പൊ വെദർ ഒന്നാണ്, ക്ലൈമറ്റ് ഒന്നാണ്, രണ്ടാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. കുറെ പേര് ഇന്റർചേഞ്ചബിളി രണ്ടിനും ഉപയോഗിക്കാറുണ്ട്. ഇന്നത്തെ ക്ലൈമറ്റ് ഇങ്ങനെയാണ്, സോ നമുക്ക് എന്ത് ചെയ്യാം, രാവിലെ കിടന്നുറങ്ങാം, അല്ലെങ്കിൽ ഇന്നത്തെ വെദർ ഇങ്ങനെയാണ്, കിടന്നുറങ്ങാം. അങ്ങനെയല്ല, രണ്ടാണ്. അത് നമ്മൾ വ്യക്തമായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ കാണുന്നതാണ് എലമെന്റ്സ് ഓഫ് വെദർ എന്ന് പറഞ്ഞത്. അതായത് വെദറിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾ ഒന്നാമത്തെ ടെമ്പറേച്ചറാണ്, ചൂടാണ്. സ്വാഭാവികമായിട്ട് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അഥവാ അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് നമ്മുടെ ഈ പറഞ്ഞ വെദറിനെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ്. അതിനുശേഷം വിൻഡ്, കാറ്റ്, ഹ്യൂമിഡിറ്റി അഥവാ ആർദ്രത എന്നൊക്കെ പറയും. അപ്പൊ ആ സാധനമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞിട്ടുള്ള വെദറിനെ സ്വാധീനം ചെലുത്തുന്ന ഫാക്ടറുകളാണ്. ഓക്കെ, ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സുകളാണ്. അതിനുശേഷം പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. അത് പലതിന്റെ ആവാം. ഇപ്പൊ റെയിൻ ആവാം, അല്ലെങ്കിൽ സ്നോ ആവാം, ഹെയിൽ ആവാം, ഒക്കെ ആവാം. ഇതിന്റെയൊക്കെ പ്രസിപ്പിറ്റേഷൻ ലെവൽ എന്ന് പറയുന്നത് വെദറിനെ സ്വാധീനം ചെലുത്തുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറുകളാണ് എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക. അതിനുശേഷം നമുക്ക് കാണാനുള്ളതാണ് ഈ ചാപ്റ്ററിൽ വെദറിനെ ഫാക്ടറുകളുണ്ട്. നമ്മൾ നേരത്തെ ഇപ്പൊ തൊട്ട് മുന്നേ കണ്ട ടെമ്പറേച്ചർ ആയിക്കോട്ടെ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിക്കോട്ടെ, ഇതിനെയൊക്കെ മെഷർ ചെയ്യുന്ന കുറെ മെക്കാനിസംസ് ഉണ്ട്. അതിനാണ് നമുക്ക് നോക്കുന്നത്. ഈ പറഞ്ഞ തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, പനി വന്ന തെർമോമീറ്റർ സ്വാഭാവികമായിട്ട് മെഷേഴ്സ് ടെമ്പറേച്ചർ ആണ് അല്ലേ. അപ്പോൾ അതിന് ബാരോമീറ്റർ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അതിൽ മെർക്കുറി ബാരോമീറ്റർ എന്ന് പറഞ്ഞാൽ ഓരോന്നിനും ഓരോ ഘടകമുണ്ട്. അതിൽ മെർക്കുറി ബാരോമീറ്റർ എന്ന് പറയുന്നതാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അന്തരീക്ഷ മർദ്ദം എന്ന് പറഞ്ഞ സാധനം അളക്കാൻ ഉപയോഗിക്കുന്നത്. അത് കണ്ടുപിടിച്ചതൊക്കെ ടോറിസെല്ലി എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, ഹരിസാർ നിങ്ങൾക്ക് വേണ്ടി എക്സ്ട്രാ പറഞ്ഞു തരുന്നുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ റെയിൻ ഗോഷ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, മെഷേഴ്സ് റെയിൻഫോൾ, അതായത് മഴ എത്രത്തോളം ഉണ്ട്. നമുക്കറിയാം മഴ എപ്പോഴും അളക്കുന്നത് എങ്ങനെയാ, സെന്റിമീറ്റേഴ്സിലാണ് അല്ലെ പറയാം. ഇത്ര സെന്റിമീറ്ററിൽ മഴ പെയ്തു, അല്ലെങ്കിൽ ഇത്ര തോതിലാണ് മഴ പെയ്ത്, അങ്ങനെ പറയാം. അപ്പൊ അതൊക്കെ അളക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം ഉള്ളത്. ഇനി അനിമോമീറ്റർ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അതെന്താണ്, വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കോളൂ മക്കളെ, കാറ്റിന്റെ വേഗത മനസ്സിലാക്കാനാണ് അനിമോ. ഓക്കെ, അനിമോമീറ്റർ എന്താണ്, കാറ്റിന്റെ വേഗതയാണ്, വിൻഡിന്റെ സ്പീഡാണ്. അതേ സമയത്ത് വിൻഡ് വെയിൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. ആ വിൻഡ് വെയിൻ എന്താണ്, കാറ്റിന്റെ ഡയറക്ഷൻ മനസ്സിലാക്കാൻ. അപ്പൊ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. വിൻഡ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് കണക്കാക്കാൻ ഏത് മെഷർമെന്റ് നമ്മൾ എടുക്കുക, ഏത് മെക്കാനിസം നമ്മൾ യൂസ് ചെയ്യാം, അനിമോമീറ്റർ എന്ന് പറഞ്ഞ സാധനം. ഈ പറഞ്ഞ കാറ്റിന്റെ ഡയറക്ഷൻ, ദിശ മാറുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ വിൻഡ് വെയിൻ എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ ആ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്റെ മക്കൾ എന്ത് ചെയ്യുക, എപ്പോഴും ഓർത്ത് വെക്കുക കേട്ടോ. ഇനി ഹൈഗ്രോമീറ്റർ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. എന്താണ് ഹൈഗ്രോമീറ്റർ? അതെന്തിനാ, ഈ ഹൈഗ്രോ എന്ന പേര് തന്നെ ഉണ്ട്, ഹ്യൂമിഡിറ്റി, എന്ന് ആലോചിച്ച് വെക്കാം. ആർദ്രത അളക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഹൈഗ്രോമീറ്റർ നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ ഈ പറഞ്ഞ ഓരോന്നിനെ പറ്റിയിട്ട് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുണ്ട്. അത് നമ്മൾ ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവും. ഇത് നിങ്ങൾ വൺ വേർഡ് എന്ന നിലയിലെങ്കിലും പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. ഓരോന്നും എന്താണെന്നുള്ളത്, വെദറിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ അതിനളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, മെഷറിംഗ് മെക്കാനിസംസ് ഏതൊക്കെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം വെദർ സ്റ്റേഷൻസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്.
ഫോർ എക്സാമ്പിൾ പർപ്പസ് ഓഫ് വെതർ സ്റ്റേഷൻ എന്താണ്, ഇപ്പൊ ഒരു കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ആവശ്യകത എന്താണ് എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻസ് ഉണ്ട്, AWS എന്ന് പറയും. അത് AWS എന്താണ്, അതേപോലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നൊക്കെ കാര്യങ്ങൾ നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാനുണ്ട്. കളക്ഷൻ ഓഫ് റെക്കോർഡിംഗ് ഓഫ് വെതർ ഡേറ്റ ഉണ്ട്. ഈ പറഞ്ഞ കാലാവസ്ഥ എങ്ങനെയാണ്, നമുക്കിപ്പോൾ TV തുറന്നു കഴിഞ്ഞാൽ, ന്യൂസ് ചാനൽ തുറന്നു കഴിഞ്ഞാൽ ഇന്നത്തെ കാലാവസ്ഥ ഇതാണ്, ഇന്ന് ഇവിടെ ഇത്രത്തോളം എത്ര ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്, അല്ലെങ്കിൽ ഇത്ര ഡിഗ്രി ടെമ്പറേച്ചർ നമുക്ക് കാണാൻ പറ്റി, മഴയ്ക്ക് ചാൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ഈ പറഞ്ഞ കളക്ഷൻ ആൻഡ് റെക്കോർഡിംഗ് ഓഫ് വെതർ ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള പ്രധാനമായിട്ടുള്ള കാര്യം. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ആക്യുറേറ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. അതായത് ഇങ്ങനെയുള്ള കുറെ AWS പോലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻസ് നമുക്ക് കിട്ടാൻ പറ്റും. അത് എന്തിലേക്ക് നയിക്കാൻ പറ്റും, ഇപ്പൊ നാളെ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അടുത്ത ആഴ്ച വലിയൊരു ചുഴലിക്കാറ്റ് വരാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു ഒരു എന്താ പറയുക ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒബ്സർവേഷനെ കൊണ്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ വെതർ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ നിലകൊള്ളുന്നത്. മനസ്സിലായല്ലോ. അതിനുശേഷം നിങ്ങൾ അറിഞ്ഞിരിക്കുക വെതർ ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞു നോക്കേണ്ടി. നേരത്തെ പറഞ്ഞ ഈ പറഞ്ഞ ഓരോ സ്റ്റേഷനുകളും അവിടുന്ന് തരുന്ന ഡേറ്റാസ്, ഈ പറഞ്ഞ ഡേറ്റാസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെതറിനെ ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും. അടുത്ത ദിവസങ്ങളിൽ എന്തായിരിക്കും സംഭവിക്കാം അല്ലെ, ഈ പറഞ്ഞിട്ടുള്ള നാളെ നല്ല മഴയോടുകൂടി ഇടിയോട് കൂടിയ മഴയ്ക്ക് ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ കാണാൻ പറ്റും അല്ലെ. എന്താ സംഭവിക്കുന്നത്, ഈ പറഞ്ഞ വെതർ ഫോർകാസ്റ്റിംഗ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ്. അതിനുശേഷം റോൾ ഓഫ് മീറ്റിയോറോളജിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് എന്താണ് ഈ പറഞ്ഞ മീറ്റിയോറോളജിസ്റ്റ് എന്നുള്ള കാര്യം നിങ്ങൾ പഠിക്കാനുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കുക. ഇനി ഈ പറഞ്ഞ ഡേറ്റയും കാര്യങ്ങളൊക്കെ എവിടെ നിന്ന് കിട്ടുക, സാറ്റലൈറ്റിൽ നിന്ന് കിട്ടും അല്ലെ, സാറ്റലൈറ്റ് നമുക്ക് കിട്ടും, ഉപഗ്രഹങ്ങളിൽ നമുക്ക് കിട്ടും, റഡാർസ് നമുക്ക് കിട്ടും അല്ലെ. ഈ പറഞ്ഞിട്ടുള്ള ഭൂമിയെ വലം ചെയ്ത് വെക്കുന്ന സാറ്റലൈറ്റുകളിൽ നിന്നും റഡാറുകളിൽ നിന്നും ആൻഡ് കമ്പ്യൂട്ടേഴ്സിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ ഡേറ്റയെ അനലൈസ് ചെയ്തിട്ട് അതിനെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്പെക്കുലേഷനിൽ എത്താൻ പറ്റും. നമുക്ക് ഇന്നത്തെ ദിവസം ഇന്നതാണ് കാലാവസ്ഥ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, അങ്ങനെയാണ് ചിലപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഫോൺ എടുത്ത് പോകും, ഗൂഗിളിന്റെ സൈഡിലൊക്കെ നമ്മൾ കാണുന്നില്ലേ, നാളെ ഈ സമയത്ത് നിങ്ങൾ കാണും. ജസ്റ്റ് ഇന്ന് ഗൂഗിൾ എടുത്ത് നോക്കുക. ഇമ്പോർട്ടൻസ് ഓഫ് വെതർ ഫോർകാസ്റ്റ് ഇൻ ഡെയിലി ലൈഫിൽ നമുക്ക് മഴ വരുമോ ഇല്ലയോ എന്നൊക്കെ അറിഞ്ഞാൽ കുട കയ്യിൽ വെക്കാം. ഓക്കെ, സിമ്പിൾ ലോജിക്. അതിനെപ്പറ്റി കൂടുതലൊക്കെ നമുക്ക് പറയാം കേട്ടോ. ഇനി ട്രഡീഷണൽ വെതർ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. എങ്ങനെയാണ് ട്രഡീഷണൽ ആയിട്ട് ഈ പറഞ്ഞ സാങ്കേതിക വിദ്യ ഒന്നും ഇല്ലാത്തൊരു സമയത്ത്, ഈ ടെക്നോളജി പരമായിട്ട് നമ്മൾ അത്രത്തോളം എൻഹാൻസ്ഡ് അല്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു പഴയ കാലങ്ങളിൽ. അവരെങ്ങനെയാണ് ഈ പറഞ്ഞ മഴ പെയ്യുന്നതും അല്ലെങ്കിൽ ഈ പറഞ്ഞ കാലാവസ്ഥ വരുന്നതും അല്ലെങ്കിൽ മൺസൂൺ വരുന്നതൊക്കെ അവർക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക. അവിടെയാണ് നമ്മൾ ഒബ്സർവിങ് ക്ലൗഡ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അത് ഇന്നും പറ്റും കേട്ടോ, വേറെ പ്രശ്നമൊന്നുമില്ല, ഇന്നും പറ്റായ കുറവൊന്നുമില്ല. പക്ഷേ ഇന്ന് കുറച്ചും കൂടെ അതിന്റെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വേർഷൻസിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ അറിഞ്ഞ ഒബ്സർവിങ് ക്ലൗഡ് മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ക്ലൗഡിന്റെ കളർ വെച്ചിട്ട് അല്ലെ, നമ്മളിപ്പോ നിംബസ് ക്ലൗഡ് എന്നൊക്കെ പഠിക്കുന്ന പോലെ അന്നൊന്നും ക്ലൗഡിന്റെ പേരൊന്നും ആർക്കും അറിയണ്ടാവില്ല. അവർ വിചാരിക്കും അതാ ഇങ്ങനെ ഇപ്പൊ കാർമേഘം പോകുന്നുണ്ട്, അപ്പൊ ചിലപ്പോൾ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ കാർമേഘം എന്ന് പറയുന്ന സാധനം ചെറുതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ കാർമേഘത്തിന്റെ മൂവ്മെന്റ്സ് അനുസരിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, വെതർ ഫോർകാസ്റ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കും. ഇന്നും പറ്റൂലേ, കറുത്ത് ഇരുണ്ട് മൂടിക്കെട്ട മേഘമാണെങ്കിൽ നമുക്ക് വിചാരിക്കാം ഉറപ്പായിട്ട് മഴ പെയ്യും. സിമ്പിൾ ലോജിക്. ഓക്കെ, ആനിമൽ ആൻഡ് ബേർഡ് ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില മൃഗങ്ങൾക്ക്, ഭൂമികൾക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും വെതർ എന്ന് പറഞ്ഞ സാധനം അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ തിരിച്ചറിയാം. കാരണം അവരെന്താണ്, അവർക്ക് കുറച്ചുകൂടെ സെൻസറി ഓർഗൻസ് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഭൂമിയിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നൊക്കെ പറയുന്നത്. അതിനെപ്പറ്റി കൂടുതലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി ആനിമൽസിനും അതുപോലെ തന്നെ ബേർഡ് ബിഹേവിയറിനൊക്കെ വെതർ കുറച്ചുകൂടെ നന്നായിട്ട് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും. മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെങ്കിൽ അവരെ നിരീക്ഷിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ പറഞ്ഞിട്ടുള്ള മൃഗങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഭൂമിയൊരുക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് സംഭവം എന്നുള്ളത്. അതിന് പ്ലാന്റ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്താ പറഞ്ഞു വെക്കുന്നത്, ഈ പറഞ്ഞ പ്ലാന്റ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനുശേഷം ഇൻഡിജിനസ് നോളജ് ആൻഡ് ലോക്കൽ ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ് എന്ന് പറഞ്ഞു. ഇതൊക്കെ എന്താണ്, ഈ പറഞ്ഞ പ്രാദേശികമായിട്ടുള്ള വെതർ ഫോർകാസ്റ്റിംഗ് മെത്തേഡുകളാണ്. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് മനസ്സിലാക്കി വെക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഈ ചാപ്റ്ററിൽ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ദെൻ എക്സ്ട്രീം വെതർ ഇവന്റ്സ് ഉണ്ട് അല്ലെ, ഈ പറഞ്ഞിട്ടുള്ള ഒരു മഴ മാത്രമോ അല്ലെങ്കിൽ വെയിൽ മാത്രമോ ഇതിന്റെ ഒരു എക്സ്ട്രീം കണ്ടീഷൻസ് ഉണ്ട്. ആ എക്സ്ട്രീം കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് വരിക സൈക്ലോണുകൾ, ചക്രവാതങ്ങൾ എന്നൊക്കെ പറയും, നമ്മൾ ചുഴലിക്കാറ്റ് എന്നൊക്കെ പറയും. അതിനുശേഷം ഫ്ലഡ് ഉണ്ട്, ഈ പറഞ്ഞ വെള്ളപ്പൊക്കം ഉണ്ട്, ഡ്രൗട്ട്സ് ഉണ്ട്, വരൾച്ചയുണ്ട്, ഹീറ്റ് വേവ്സ്, ഈ പറഞ്ഞ ചൂട് കാറ്റ് ഇങ്ങനെ അടിക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. ഉത്തർപ്രദേശിലും രാജസ്ഥാനിലേക്ക് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ രാജസ്ഥാനിൽ എസ്പെഷ്യലി താർ മരുഭൂമിയോട് ചേർന്ന പ്രദേശങ്ങളിൽ വൈകുന്നേരം 4 മണിക്കൊക്കെ ഈ പറഞ്ഞിട്ടുള്ള ഉഷ്ണക്കാറ്റുകൾ വളരെയധികം വീശുന്ന, എപ്പോഴും ഡെയിലി വീശുന്ന ഒരു കാലം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഇനി കോൾഡ് വേവ്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ പറഞ്ഞ ശീതക്കാറ്റും വരും, രണ്ടും വരും കേട്ടോ. ഹീറ്റ് വേവ് മാത്രമല്ല ശീതക്കാറ്റും വരും. ഓക്കെ, ആ ഒരു ജമ്മു കാശ്മീർ മേഖലയിൽ, ലഡാക്ക് മേഖലയിലേക്ക് നിങ്ങൾക്ക് ശീതക്കാറ്റ് നന്നായിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ് എന്ന് പറഞ്ഞു നോക്കേണ്ടത്. അതായത് ഇങ്ങനെയൊക്കെയുള്ള കുറേ എക്സ്ട്രീമിറ്റ് ആയിട്ടുള്ള വെതറിന്റെ ഒരു സാധനം വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിനെ എന്ത് ചെയ്യാൻ പറ്റുക, തടയാൻ പറ്റുക.
ഓക്കെ, എക്സ്ട്രീം ലെവൽ ഓഫ് വെതർ കണ്ടീഷൻസ് നമുക്ക് എങ്ങനെയാണ് പ്രിവെന്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ദെൻ വെതർ ആൻഡ് ഹ്യൂമൻ ലൈഫ് എന്ന് പറഞ്ഞ ഭാഗം ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പാക്ട് ഓൺ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞു നോക്കുന്നത് എങ്ങനെയാണ് കൃഷിയിൽ ഇതിന്റെ ഇമ്പാക്ട് കാണാൻ പറ്റുക. മൺസൂൺ വന്നില്ലെങ്കിൽ ആ ഒരു വർഷം കൃഷിക്ക് എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി വളരെയധികം കൂടിപ്പോയി കഴിഞ്ഞാൽ എന്താണ് കൃഷിയെ ബാധിക്കുക, ഈ പറഞ്ഞ വേനൽക്കാലം കൂടുതലായി കഴിഞ്ഞാൽ കൃഷിയെ എങ്ങനെയാണ് ബാധിക്കുക. അപ്പൊ ഇമ്പാക്ട് ഓൺ അഗ്രികൾച്ചർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ദെൻ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു നോക്കേണ്ടി പറഞ്ഞാൽ ഗതാഗതം ആയിക്കോട്ടെ, അല്ലെങ്കിൽ വാർത്താവിനിമയം ആയിക്കോട്ടെ, ഈ മഴ എന്ന് പറഞ്ഞ സാധനം, വെയിൽ എന്ന് പറഞ്ഞ സാധനം, അല്ലെങ്കിൽ മഞ്ഞ്, കോൾഡ് വേവ്സ്, ഹീറ്റ് വേവ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇത് കണക്ടിവിറ്റി എന്ന് പറഞ്ഞ സാധനത്തിന് വളരെയധികം ബാധിക്കുന്നുണ്ട്. ദെൻ ഫിഷിംഗ് ആൻഡ് ഏവിയേഷൻ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള മത്സ്യബന്ധനത്തിനായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് പല നദീപരമായിട്ടുള്ള ആക്ടിവിറ്റീസിനായിക്കോട്ടെ, ഈ പറഞ്ഞിട്ടുള്ള വെതർ എന്ന് പറയുന്ന സാധനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. സുനാമി പോലുള്ള അല്ലെങ്കിൽ വലിയ വലിയ തിരമാലകൾ അടിക്കുന്ന സമയത്തൊന്നും ഉൾപ്രദേശങ്ങൾ, കടൽ ഭാഗത്തൊക്കെ ഒന്നും പോയിട്ട് മത്സ്യബന്ധനത്തിന് ആരും പോകാറില്ല. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കുക, വെതർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആണ്. ക്ലോത്തിങ് ആൻഡ് ഡെയിലി ആക്ടിവിറ്റീസ് അല്ലെ, നമ്മൾ മഞ്ഞ് നല്ല തണുപ്പുള്ള സമയത്ത് ഇടുന്ന ഡ്രസ്സാണോ നമ്മൾ വേനൽക്കാലത്ത് ഇടുക? അല്ല, രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ ഇടുന്ന ഡ്രസ്സ്, നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ തന്നെ, ഡെയിലി ആക്ടിവിറ്റീസിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വെതർ വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ള. ഡിസംബറിൽ 25 മരം കോച്ചുന്ന തണുപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അവിടെ വെറും ബനിയനിട്ട് നടക്കോ? ഇല്ല. ഈ പറഞ്ഞിട്ടുള്ള മാർച്ച് മാസത്തെ വെയിലിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സ്വെറ്റ് ജാക്കറ്റ്സ് ഒക്കെ ഇട്ട് നടക്കോ? ഇല്ല. രണ്ടും വ്യത്യാസമുണ്ട്. അപ്പം ഡെയിലി ആക്ടിവിറ്റീസും ഈ പറഞ്ഞ ക്ലോത്തിങ്ങിനെയൊക്കെ നമ്മൾ വെതർ എന്ന് പറഞ്ഞ സാധനം വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ടൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് വെതർ, അങ്ങനെയാണ് നമ്മൾ എന്താണ് വെതർ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തേണ്ടത്. ഇനി ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് നിങ്ങൾ പഠിക്കേണ്ടത്, CBSEയിൽ നിങ്ങൾ NCERT നിങ്ങൾക്ക് വേണ്ടി ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് വെതർ എന്താണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ക്ലൈമറ്റും വെതർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്താണ് അറ്റ്മോസ്ഫിയർ, എന്താണ് ട്രോപ്പോസ്ഫിയർ, എന്താണ് ടെമ്പറേച്ചർ, എന്താണ് ഹ്യൂമിഡിറ്റി, ഈ സാധനമൊക്കെ എങ്ങനെയാണ് വെതറിനെ സ്വാധീനം ചെലുത്തുന്നത്, അറ്റ്മോസ്ഫിയർ പ്രഷർ, വിൻഡ്, പ്രസിപ്പിറ്റേഷൻ, തെർമോമീറ്റർ, ബാരോമീറ്റർ, റെയിൻ ഗോഷ്, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ തന്നെ എന്താണെന്നുള്ള ഒരു ബേസിക് ഐഡിയ എങ്കിലും നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. അനിമോമീറ്റർ എന്താണെന്നും വിൻഡ് വെയിൻ എന്താണെന്നും നമ്മളെ വ്യത്യാസം മനസ്സിലാക്കി വെക്കുക. രണ്ടും കാറ്റാണ്, അപ്പൊ രണ്ടിന്റെ എന്താണ് സ്പീഡും ഡയറക്ഷനും ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഹൈഗ്രോമീറ്റർ ഹ്യൂമിഡിറ്റി ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. വെതർ സ്റ്റേഷന്റെ ഇമ്പോർട്ടൻസ് എന്താ മനസ്സിലാക്കി വെക്കുക. വെതർ ഫോർകാസ്റ്റിംഗിന്റെ ഇമ്പോർട്ടൻസ് എന്താ മനസ്സിലാക്കി വെക്കുക. എന്താണ് മീറ്റിയോറോളജിസ്റ്റ് എന്ന് പറഞ്ഞ സംഭവങ്ങൾ മനസ്സിലാക്കി വെക്കുക. സൈക്ലോൺ, ഡ്രൗട്ട്, ഫ്ലഡ്, ഹീറ്റ് വേവ് തുടങ്ങിയിട്ടുള്ള എക്സ്ട്രീം ആയിട്ടുള്ള വെതർ കണ്ടീഷൻസിനെ പറ്റി മനസ്സിലാക്കി വെക്കുക. ഇതിനൊക്കെ ചെറുത്ത് നിൽക്കാനുള്ള ഡിസാസ്റ്റർ പ്രിപ്പയർനെസിനെ പറ്റിയിട്ടൊക്കെ ഈ ചാപ്റ്ററിൽ നമ്മൾ വളരെയധികം പഠിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ അണ്ടർസ്റ്റാൻഡിംഗ് വെതർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വെർഷൻ ഒക്കെ നമ്മുടെ ബാച്ചിൽ അവൈലബിൾ ആയിരിക്കും മക്കളെ. അപ്പോൾ നിങ്ങൾ ഉടനെ തന്നെ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. 9995200700 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പറിലേക്ക് വിളിച്ചു നോക്കുക. എന്നിട്ട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഉഷാറായിട്ട് പഠിക്കുക മക്കളെ. ഹാപ്പി ലേണിംഗ്. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വേണമെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ യെസ് എന്ന് പറയാം കേട്ടോ. ഇനി കാണാം. ബൈ ബൈ. ഹാപ്പി ലേണിംഗ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.